പാഠങ്ങൾ കൂടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. From all these sayings, we are learning also the spiritual lessons that we should be learning. ഒന്നാമത്തെ പഴഞ്ചൊല്ല്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെതയും കീഴി ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. The first saying is that just like the hen protect the chicks under her wings, I am willing to protect you under my wings. കോഴിയും കുഞ്ഞുങ്ങളും എന്ന് നമ്മൾ തലക്കെട്ട് അതിനെ കൊടുത്തു. ആ പഴഞ്ചൊല്ല് നമുക്ക് നൽകുന്ന ആത്മീയ പാഠം കർത്താവ് തന്റെ ജനത്തെ, തന്റെ മക്കളെ, തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നു എന്നതാണ്. And we gave the heading for that saying, the hen and the chicks, and the lesson that we learned from that saying is that our Lord protects us. രണ്ടാമത്തെ പഴഞ്ചൊല്ല്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. The second saying is that the one who took the bath, their feet needs to be washed. ആ പഴഞ്ചൊല്ലിന് നമ്മൾ കൊടുത്ത തലക്കെട്ട് കുളിയും കാല് കഴുകലും. അതിൽ നിന്ന് നമ്മൾ പഠിച്ച ആത്മീയ പാഠം, നമ്മൾ ഒരിക്കലായി കുളിച്ചു, രക്ഷിക്കപ്പെട്ടു, എന്നാൽ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധീകരണം ആവശ്യമാണ്. And the lesson that we learned from that saying is that we on our day-to-day life we need to have the holy the purification of holiness. മൂന്നാമത്തെ പഴഞ്ചൊല്ല്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. And the third saying that we have learned is that the stone that have forsaken by the builders was building the home. നമ്മൾ അതിന് കൊടുത്ത തലക്കെട്ട് പണിയുന്നവരും മൂലക്കല്ലും. And the heading that we have given is that the builders and the cornerstone. അതിൽ നമ്മൾ ഉൾക്കൊണ്ട ആത്മീയ പാഠം, ലോകം നമ്മെ തള്ളിയാലും, നമ്മളെ പണിയേണ്ടവർ തള്ളിയാലും, നമുക്കുള്ളവർ നമ്മെ തള്ളിയാലും, കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നവനാണ്. And the lesson that we learned from that saying is that even the world forsake us, our Lord will bring us or raise us at the right time. നാലാമത്തെ തലക്കൽ പഴഞ്ചൊല്ല്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, ബ്രേക്കായി പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിച്ച് കളയും, ഡസ്റ്റാക്കി കളയും, പൊടിയാക്കി കളയും. And the fourth saying that we have learned is that if the stone falls on somebody, then it will break them. And if they fall on that, if somebody falls on the stone, then that will break them. But if the stone falls on them, then it will become, and they will become the dust. നമ്മൾ കൊടുത്ത തലക്കെട്ട് തകർക്കുന്ന കല്ല്, ധൂളിപ്പിക്കുന്ന കല്ല്. And we gave the heading that the stone that breaks and the stone that makes death, makes us to dust. അതിൽ നമ്മൾ കണ്ടെത്തിയ ആത്മീയ പാഠം, കർത്താവിനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കണം, മനഃപൂർവം അവനിൽ വീണ ഹൃദയം തകരണം. ഇല്ലെങ്കിൽ ഈ കല്ല് അവരുടെ മേൽ വീണു പോയാൽ അത് ധൂളിപ്പിച്ച് കളയും, ഇല്ലാതാക്കി കളയും. അത് ന്യായവിധിയാണ്, ശിക്ഷാവിധിയാണ്. And the lesson that we learned from that saying is that we have to fall on that stone knowingly and willingly. Otherwise, this stone will fall on us, and that will be a judgment for you, and it will and you will be perished. അഞ്ചാമത്തെ പഴഞ്ചൊല്ല്, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. And the fifth saying is that you filter the mosquito and swallow the camel. കൊതുകും ഒട്ടകവും എന്നൊരു തലക്കെട്ട് നമ്മൾ കൊടുത്തു.
And we gave the heading Mosquito and the Camel. അതിൽ നമ്മൾ ഉൾക്കൊണ്ട ആത്മീയ പാഠം മുഖപക്ഷം കാണിക്കരുത്. ചെറിയ വിഷയത്തിൽ അതിനെ അരിച്ചെടുക്കുന്നു, വലിയ വിഷയത്തിന് ഇതായിട്ട് കണ്ണടയ്ക്കുന്നു. പരീശന്മാർ ചെയ്ത കാര്യമാണ്. അപ്പോൾ മുഖപക്ഷം കാണിക്കരുത്, മാത്രമല്ല കപടി ആത്മീയത പാടില്ല. And what we learn from that saying is that you should not discriminate, and you should not have a fake spirituality. ആറാമത് നമ്മൾ കണ്ട പഴഞ്ചൊല്ല് വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. And the sixth saying that we heard is that put the sword in the case, whoever take the sword will die of the sword. വാളും വാളും എന്നൊരു തലക്കെട്ട് നമ്മൾ കൊടുത്തു. And we gave a heading, sword and sword. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഏത് വാളെടുത്ത് മറ്റുള്ളവരെ അകാരണമായി വെട്ടിയോ അതേ വാള് തന്നെ തിരിച്ചും വെട്ടും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. And what we learned from that saying is that whatever a man sows will reap. ദാവീദിനെതിരായി ശൗല് ഏത് വാളെടുത്തോ അകാരണമായി അതേ വാളിൽ ശൗല് തകർന്നുപോയി. And we learned that Saul, the king, died of the same sword that he took against David without a reason. ഏഴാമത്തെ പഴഞ്ചൊല്ല് ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. And the seventh saying is that Simon, Simon, Satan has asked me to give the permission to swift you as a wheat. അതിന് നമ്മൾ കൊടുത്ത തലക്കെട്ട് കോതമ്പും പാതീരും. And we gave the heading wheat and the chaff. അതിൽ നമ്മൾ ഉൾക്കൊണ്ടതായ ആത്മീയ പാഠം ഉള്ളിലെ ഖനം, ഉള്ളിലൊന്നുമില്ലെങ്കിൽ അത് പതിതാണ്, പാറ്റിയാൽ അത് ബാധിപ്പോവും. അപ്പോൾ ഉള്ളിലുള്ള ആത്മീയ ആ കാമ്പ്, അന്തസത്ത, ആ ബലം അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. And the lesson that we learned from that is that whatever we have inside us, the weight inside us, or the grain inside us, we should not lose that. മാത്രമല്ല സാത്താൻ അനുവാദം ചോദിച്ചപ്പോൾ കർത്താവ് അനുവദിച്ചില്ല, വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഈ ശിഷ്യന്മാർ ബലഹീനരായി നിൽക്കുമ്പോഴും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഇടിവിൽ നിൽക്കുന്ന ഒരു കർത്താവിനെ കൂടെ നമ്മൾ അവിടെ കാണുന്നു. And we have also seen in that portion that a Lord who is mediating for the disciples who lost their strength. ഇന്ന് നമുക്ക് എട്ടാമത്തെ പഴഞ്ചൊല്ല് പഠിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 31-ാം വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 31-ാം വാക്യം. പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. And today we are going to see the eighth saying that is in Luke chapter 23, verse 31, which says, "For if they do these things in a green tree, what shall be done in the dry?" ഇതിന് നമുക്കിത് തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാം: പച്ച മരവും ഉണക്കമരവും. And we are going to give the heading for the saying as a green tree and a dry tree. പച്ചമരം യേശുക്രിസ്തുവാണ്, ഉണക്കമരം നമ്മളാണ്. അതാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. And here the green tree is Jesus Christ, and the dry tree is us. പച്ചമരമായ എന്നോട് ഈ ലോകം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഉണക്കമരം, ഇത് കർത്താവ് പറയുന്നത് കർത്താവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പാണ്. ക്രൂശം കൊണ്ട് പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ പഴഞ്ചൊല്ലുകൂടിയാണ്.
And this is the time Jesus Christ is saying while he was going with the cross. അങ്ങനെ പോകുമ്പോൾ യെരൂശലേം പുത്രിമാർ കരഞ്ഞും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവരിങ്ങനെ മുറയിട്ട് കരയുമ്പോൾ അവരെ നോക്കിക്കൊണ്ട്, അതിന്റെ തലവാക്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, അവരെ നോക്കിക്കൊണ്ട് എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ എന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്. And if you look at the verses before that, we understand the situation. This is the time the ladies, the daughters of Jerusalem, they were crying and weeping while Jesus was carrying the cross, and Jesus Christ is telling them, "Do not weep for me, weep for yourself and for your children." അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലാണ്. അത് ഈ സ്ത്രീകളെ നോക്കിക്കൊണ്ട് മാത്രമല്ല, പൊതുവായി ഒരു ആത്മഗതം എന്ന വണ്ണം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ തലവാക്യങ്ങൾ ഞാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 27 തൊട്ട് നമുക്ക് വായിക്കാം. അതൊരു പാരഗ്രാഫാണ്. 27 തൊട്ട് ഞാൻ വായിക്കുന്നു. കർത്താവ് ക്രൂശുമായിട്ട് പോവുകയാണ്. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുതയിടുന്ന അനേകം സ്ത്രീകളും അവന് പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്നും പറഞ്ഞു തുടങ്ങും. എന്നിട്ടാണ് 31-ാം വാക്യം, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആത്മഗതമെന്ന വണ്ണം അല്ലെങ്കിൽ എല്ലാവരോടുമുള്ളൊരു പ്രസ്താവനയായിട്ടാണ് കർത്താവ് ഇക്കാര്യം പറയുന്നത്. And if you read from verse 27 onwards, we can understand the situation. And there followed him a great company of people, and a woman which also bewailed and lamented him. But Jesus, turning unto them, said, "Daughters of Jerusalem, weep not for me, but weep for yourself and for your children. For behold, the days are coming in which they shall say, Blessed are the barren and the wombs that never bear, and the paths which never gave suck. They shall then shall they begin to say to the mountains, fall on us, and to the hills cover us." And after that, Jesus Christ is saying that saying in verse 31, "For if they do these things in a green tree, what shall be done in the dry?" So Jesus Christ, in a grief, he's saying this at that time. ഈ പഴഞ്ചൊല്ല് നമുക്ക് നൽകുന്ന ഈ ആത്മീയ പാഠം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. And the spiritual meaning that gives a spiritual lesson that gives from the saying is that we are supposed to suffer for Jesus Christ. കർത്താവിനെ ഈ ദുഷ്ടലോകം ക്രൂശിച്ചു കൊന്നു, അതിലധികം നിങ്ങളും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. What Jesus Christ is saying is that Jesus Christ was crucified and was killed and Jesus Christ is saying to us is that you should not expect nothing less than this. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. And in Philippians chapter 1 verse 29 we can see, "For unto you it is given in the behalf of Christ not only to believe on him but also to suffer for his sake." അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ അപ്പോസ്തലനായ പൗലോസും അത് ആവർത്തിച്ചിരിക്കുന്നു.
So Jesus Christ said that whoever believe in Jesus Christ, they have to suffer. And here in this verse, Apostle Paul also say the same thing. പച്ചമതമായ യേശുവിനോട് ഈ ലോകം എന്തെല്ലാം ചെയ്തു എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. We can see in the Gospels what this world has done to this green tree, Jesus Christ. എന്നാൽ ഒരധ്യായത്തിൽ നിന്ന് മാത്രം പച്ചമരമായ യേശുവിനോട് ഈ ലോകം എന്തെല്ലാം ചെയ്തു എന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. But from one verse, one chapter itself, I want to point out few things about what this world has done to Jesus Christ, which is a green tree. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായമാണ്. ആ 8-ാം അധ്യായത്തിൽ പച്ചമരമായ യേശുവിനോട് ഈ ലോകം ചെയ്ത 7 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. And it is from John chapter 8. There is 7 things that this world had done towards Jesus Christ. We can see in that chapter. യേശു കേട്ട ദുഷികൾ, അപമാനങ്ങൾ, അതൊക്കെ ആ 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And in this chapter 8, we can see this world is mocking Jesus Christ and the shame that Jesus Christ had to bear. 13-ാം വാക്യം, 8-ാം അധ്യായം 13-ാം വാക്യം. പച്ചമരമായ യേശുവിനോട് ഈ ലോകം ചെയ്ത കാര്യം. പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. കണ്ടോ? എന്ന് പറഞ്ഞാൽ നിനക്ക് സാക്ഷ്യമില്ല, നീ സാക്ഷ്യമില്ലാത്തവനാണ്. മുഖത്തു നോക്കി പറയുക. And in chapter 8, John chapter 8, verse 13, we can see that the Pharisees thereof said unto him, thou bearest record of thyself, thy record is not true, which means that Jesus Christ has no testimony. രണ്ടാമത് അവന്റെ മുഖത്തു നോക്കി പറഞ്ഞത് വാക്യം 41. യേശുവിന്റെ മുഖത്ത് നോക്കി അവർ പറയുന്നു, 41-ാം വാക്യം, നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നീ പരസംഗത്താൽ ജനിച്ചവനാണ്. വ്യംഗ്യാർത്ഥത്തിൽ മുഖത്തു നോക്കി പറയുകയാണ്, നീ പരസംഗത്താൽ ജനിച്ച വ്യക്തിയാണ്, മകനാണ്, പരസംഗപുത്രൻ, വ്യഭിചാരപുത്രൻ എന്ന് മുഖത്തു നോക്കി പറഞ്ഞു. And the second thing we can, the mocking that we can hear, see in verse 41 of John chapter 8, ye do the deeds of your father. Then said they to him, we be not born of fornication, we have one father, even God. So what they meant is that Jesus Christ was born by fornication. കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ യേശുവിന്റെ അമ്മ ഗർഭവതി ആയതിനെ പരോക്ഷമായി ആ പരീശന്മാർ വിമർശിക്കുകയായിരുന്നു. And these Pharisees are saying to Jesus Christ, or mentioning Jesus Christ about Mary becoming pregnant before the wedding. ഇനി 3, കർത്താവിന്റെ മുഖത്തു നോക്കി പറയുകയാണ്. വാക്യം 48-ാം വാക്യം. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ. അക്കാലത്ത് ശമരിയരെ പുച്ഛമായിട്ടാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. And the third one we can see in verse 48, then answered the Jews and said unto him, say we not well that thou art a Samaritan and has a devil? So in that time they saw Samaritans as a very low caste. യഹൂദന്മാർ, നമുക്കറിയാം, യഹൂദന്മാർ അവരെ നാട്ടിൽ കൂടെ പോകത്തില്ല. യേശുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ
പലസ്തീൻ നാട് 3 പ്രോവിൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. And at that time, the Jews, they never even go through the Samaritan place, Samaria, and the Palestine was divided into 3 provinces too. ഏറ്റവും മുകളില് ഗലീല പ്രോവിൻസ് ആണ്, അവിടെ രാജാവൊക്കെ ഉണ്ട്. അതിന്റെ താഴെ ശമരിയയാണ്, അതിന്റെ താഴെ യഹൂദിയാണ്. ഇതാണ് 3 പ്രോവിൻസ്. മുകളിൽ ഗലീല, നടുവിൽ ശമരിയ, താഴെയായിട്ട് യഹൂദിയ. And the 3 provinces that on the top is Galilee, and in the middle is Samaria, and on the bottom is Judea. ഏറ്റവും മുകളിലുള്ള ഗലീലയില് യഹൂദന്മാരാണ്, ഏറ്റവും താഴെയുള്ള യഹൂദയിലും യഹൂദന്മാരാണ് താമസിക്കുന്നത്. And on the top, the Galilee, the Jews dwell there, and on the bottom, Judea, also the Jews live there. എന്നാൽ നടുക്കുള്ള ശമരിയ അതൊരു സമ്മിശ്ര ജാതിയാണ്. അപ്പോൾ തെക്കുള്ള യഹൂദയിലുള്ള യഹൂദന്മാർ മുകളിലുള്ള ഗലീലെ പോകുമ്പോൾ ശമരിയയുടെ നാട്ടിൽ കൂടെ പോകത്തില്ല. അപ്പൊ വലത്തോട്ട് തിരിഞ്ഞ് യോർദാൻ നദി കടന്ന് അക്കരെ ചെന്ന് അതിലേ കൂടെ മുകളിൽ ചെന്ന് യോർദാൻ നദി കടന്ന് ഇക്കരെ ഗലീലേക്ക് കയറും. അപ്പോൾ ദൂരെ കൂടുതലാണെങ്കിൽ ഇവിടെ നാട്ടിൽ കൂടെ നടക്കത്തേ ഇല്ല. അങ്ങനെ നിഷിദ്ധമായി കണ്ടിരുന്ന ഒരു ജാതിയായിരുന്നു ഈ ശമര്യർ. And if the Jews has to go to Galilee or Judea, if they had to pass through Samaria, but they never ever go through Samaria. Instead, they go around, even though it is a long distance. That's how much they hate these Samaria, because they were a mixed community. ഈ സമയത്താണ് നമുക്കറിയാം കർത്താവ് ശമരിയെ ചെല്ലുന്നു, ശമരിയാക്കാരിയോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നു. And in that time, Jesus Christ is going through Samaria and asking the Samaritan lady for the water. അപ്പോഴാണ് അവൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നത്, നീ യഹൂദൻ എന്നോട് വെള്ളം ചോദിക്കുന്നു, നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ കൂടെ നടക്കത്ത് പോലുമില്ല, വെള്ളം കുടിക്കുന്ന പ്രശ്നമേ ഇല്ല, അങ്ങനെ ഇരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നു. അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. And at that time, she knew that, and she's asking Jesus Christ that you are a Jew and you don't even go through this land, and you are asking me for water. ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യഹൂദന്മാർ നിഷിദ്ധ ജാതിയായി കണ്ട ശമര്യന്റെ പേര് പറഞ്ഞു വിളിക്കുന്നു, നീ ഒരു ശമര്യൻ, നീ യഹൂദനല്ല, നീ ഒരു ശമര്യൻ. And that's how low they looked at the Samaritans, and that is why they are calling Jesus Christ a Samaritan. ഇനി 4 പച്ചമതമായ യേശുവിനോട് യഹൂദന്മാർ ചെയ്ത 4ാമത്തെ കാര്യം, യേശുവിനെ അപമാനിച്ചു. വാക്യം 49 വാക്യം. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കാത്ത ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. അപ്പോൾ യേശുവിനെ അവർ അപമാനിച്ചു കളഞ്ഞു. And the 4th one, that they dishonor Jesus Christ. We can see that in verse 49. Jesus answered, I have not a devil, but I honor my Father, and ye do dishonor me. ഇനി 5, നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അത് പല ആവർത്തി ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ 52 വാക്യം ഒന്ന് വായിക്കുന്നു. 52. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. And so many times, and the 5th one is that so many times the Jews said to Jesus Christ that you have devil. And we can see that in verse 52, then said the Jews unto him, now we know that thou hast a devil. അത് 48 വാക്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടു. 48, യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ? അപ്പൊ നേരത്തെ പറഞ്ഞു
നിനക്ക് ഭൂതമുണ്ട്. 52 വാക്യത്തിൽ അവൻ തറപ്പിച്ചു പറയുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് ഭൂതമുണ്ട്. In verse 48 also we can see that thou art a Samaritan and hast a devil. And on 52 they are saying that we now know that, and we are now sure that you have devil. മാത്രമല്ല, ഇതിനു മുമ്പ് അവസരത്തിൽ ഈ പരീശന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, നീ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അത് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം, ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വിടാതെ, മത്തായി സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബയൽസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. And we also know that the Pharisees had said to Jesus Christ that you are casting out the devils by Beelzebub. We can see that in Matthew chapter 12, verse 24. But when the Pharisees heard it, they said, this fellow doeth not cast out devils, but by Beelzebub, the prince of the devils. അപ്പോൾ നിനക്ക് ഭൂതമുണ്ടെന്ന് മാത്രമല്ല, നീ എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നെങ്കിൽ, ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ഭൂതങ്ങളുടെ തലവനായ ബെയൽസബൂലിനെ കൊണ്ടാണ് നീ പുറത്താക്കുന്നത്. And so here they are saying that you have a devil, and if you are casting out devils, then you are casting out devils by the Beelzebub, the prince of devils. ഇനി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഈ പരീശന്മാർ പച്ചമതമായ യേശുവിനോട് ചെയ്ത ആറാമത്തെ കാര്യം 57-ാം വാക്യം. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രായമില്ല, നിനക്ക് അറിവില്ല എന്ന് മുഖത്ത് നോക്കി പറയുക. And the sixth the shame that these Jews brought to this green tree Jesus Christ, we can see in verse 57 of John 8. Then said the Jews unto him, thou art not yet 50 years old. So what they are saying is that you are not grown enough. ഈ പ്രായം കൂടുന്തോറും അറിവ് കൂടും എന്നൊരു ചിന്ത അക്കാലത്തും ഉണ്ട്, ഇക്കാലത്തും ഒക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. And in the old days as well as today also, we have in the midst of us, there is a thought that when we grow older, we will have more knowledge. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറാൻ വേണ്ടി നടന്ന റെയിൽവേ സ്റ്റേഷനോട് അടുക്കുമ്പോൾ, ആ റെയിൽവേ സ്റ്റേഷന്റെ അടുക്കൽ രണ്ടുപേര് തമ്മില് വഴക്കുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും, രണ്ടുപേര് ഭയങ്കരമായിട്ട് വഴക്ക് നടക്കുക. Few years ago, after a ministry, I was coming back to my home. I was going towards the railway station, and while I was approaching that railway station, two people were quarreling and beating each other. അപ്പൊ ഒരുത്തൻ മറ്റവനോട് പറയുകയാണ്, എടാ, ഞാൻ എത്ര ഓണം ഉണ്ടതാണെന്ന് നിനക്കറിയാമോ? നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവലാണ് ഓണം ഫെസ്റ്റിവൽ. And one of them is saying to the other, do you know how many times I have had more Onam festival than you? അപ്പം ഇത് കേട്ട് എനിക്ക് കഥ മനസ്സിലായില്ല. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ഈ വഴക്ക് ഞാനിങ്ങനെ എന്റെ മനസ്സിൽ കൂടെ പിന്നെയും വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഒരുത്തൻ മറ്റവനോട് പറയുക, ഞാൻ എത്ര ഓണം ഉണ്ടതാണെന്ന് നിനക്കറിയാം. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിക്കുക, നീ എത്ര ഓണം ഉണ്ടായാല് എന്താ മറ്റവൻ എന്തോ കാര്യം എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. And I was thinking while I was traveling in the train, I was thinking what he was saying.
how many times, how many more times I have had eat the food for the Onam festival than you. So I was thinking that even if he ate more Onams or more food than him, what is good about it? ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോ ഒരു കാര്യം എനിക്ക് പിടികിട്ടി. ഈ പറഞ്ഞവൻ മറ്റവനേക്കാൾ പ്രായം കൂടിയ ആളാ, ഒത്തിരി പ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനത്ര ഓണം ഉണ്ടതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചതിന്റെ കാരണം, അതിന്റെ വ്യത്യാസം, നിന്നേക്കാൾ പ്രായക്കൂടുതൽ എനിക്കുണ്ട്, നിന്നേക്കാൾ അറിവും പരിചയവും ഒക്കെ എനിക്കുണ്ടെന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. So I came into a conclusion that what he was saying is that I have ate more Onam food than you, means that he's more older than the other guy. അപ്പൊ ഇതാണ് ഇവിടെയും യഹൂദന്മാർ പറയുന്നത്, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നിനക്ക് എന്തോ അറിയാം, നിനക്ക് പ്രായമില്ല. അറിവിന്റെ വിഷയത്തിൽ കർത്താവിനെ ഡീഗ്രേഡ് ചെയ്ത് താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. And what these Jews are saying also, same thing, you are not even 50 years old, and this is what the Jews are doing, that they are degrading Jesus Christ in the means of knowledge. ഇനിയും 7ാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പച്ചമരമായ യേശുവിനോട് യഹൂദന്മാർ ചെയ്ത 7ാമത്തെ കാര്യം, ഇതുവരെ വാക്കുകൊണ്ടാണ് പച്ചമരത്തെ അപമാനിച്ചുകൊണ്ട് നിന്നത്. And now the 7th thing that the Jews have done, or the world done to the green tree, Jesus Christ, is that it is totally different from the other 6. So much for all this time they were using the words. ഒടുവിലത്തെ വാക്യം 59-ാം വാക്യം, അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. ഇതുവരെ നാക്കുകൊണ്ട് കല്ലെറിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഒടുവിലായി ആക്ഷരികമായി തന്നെ അവർ കല്ല് കൈകളിലെടുത്തു. എന്തിന്? യേശുവിനെ എറിവാൻ. And on verse 59 we can see that, then took they up stones to cast at him, but Jesus hid himself and went out of the temple. So all this time with the words they were throwing stones at Jesus Christ, but literally they took stone at this time to യേശു destroy. മറഞ്ഞ ദൈവാലയം വിട്ടുപോയി എന്ന് പറയാൻ കാരണം, യേശുവിന് അറിയാം താൻ ഈ ലോകത്തിൽ വന്നത് കല്ലേറേറ്റു മരിക്കാനല്ല. And Jesus Christ hid himself and went out of the temple, which means that Jesus Christ knows that he didn't come to this world to die by stoning him. ശാപത്തിന്റെ അടയാളമായ ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, പഴയ നിയമത്തിലെ പ്രമാണമാണ്. ആ ശാപത്തിന്റെ അടയാളമായ ക്രൂശിൽ തന്നെ തൂങ്ങി മരിക്കണം. അതാണ് തന്നെ പറ്റിയുള്ള ദൈവഹിതം. അതുകൊണ്ടാണ് കർത്താവ് അന്നേരം അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞ ദൈവാലയം വിട്ടുപോയത്. The Old Testament doctrine is that whoever is cursed had to die on the cross, and that is the will of God for Jesus Christ too. And Jesus Christ knew about it. That is why he walked away from that temple. പച്ചമരമായ യേശുവിനോട് ചെയ്ത 7 കാര്യങ്ങൾ ആ ഒറ്റ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു. And we have seen 7 things from the same chapter, the John chapter 8, about what this world had done to the green tree, Jesus Christ. മാത്രമല്ല, കർത്താവ് കേട്ട മറ്റനവധി പഴികളുണ്ട്. അത് 2-3 കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. And there are a few other things that Jesus Christ have heard. I'm going to point out those things too. മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം,
മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം. ഇവൻ തച്ചന്റെ മകനല്ലയോ? കണ്ടോ? എന്ന് വെച്ചാൽ അവന്റെ ഇവന് കുടുംബശ്രേഷ്ഠതയില്ല. ഇവന്റെ അപ്പൻ തച്ചനല്ലയോ, മതപ്പണിക്കാരനല്ലയോ? ഇത് ആക്ഷേപിച്ച് പറയുകയാണ്. പിന്നെ ഇവന്റെ അമ്മയാതാ? മറിയ എന്നവൾ അല്ലയോ? അത് വെറും പുച്ഛമായിട്ടാണ് അപ്പന്റെയും അമ്മയുടെയും പേര് പറഞ്ഞ യേശുവിനെ അവർ അപമാനിച്ചത്. And in Matthew chapter 13, verse 55, we can see that he's not this the carpenter's son. He's not this mother called Mary. It's not his mother called Mary. So what they're saying here is that they are degrading Jesus Christ, or they are saying that his family is not that a great family, or something like that. And they are so much giving. They're saying that his family, Jesus Christ's family, is so low. നാട്ടുകാര് മാത്രമല്ല യേശുവിനെ ഈ നിലയിൽ അപമാനിച്ചത്, യേശുവിന്റെ സ്വന്തം വീട്ടുകാര് പോലും യേശുവിനെ അപമാനിച്ചു. And not just the world around, or the people around him was not the only one who mocked Jesus Christ, but his own family did that too. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. അവന്റെ ചാച്ചക്കാർ അത് കേട്ടു. എന്നുവെച്ചാൽ വീട്ടുകാര്, ചാച്ചക്കാർ. ഫ്രണ്ട്സ് എന്നാ ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്, മലയാളത്തിൽ ചാച്ചക്കാർ. അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാനായിട്ടേ വന്നു. And in the English, it's written as in Mark chapter 3, verse 21, we can see, and when his friends heard of it, they went out to lay hold on him, for said that he is beside himself. Here it's mentioned as friends, but in the actual version, it is family. മാത്രമല്ല കർത്താവ് അത് മറ്റൊരു ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ഇവിടെ വ്യക്തമായി, മനുഷ്യന്റെ വീട്ടുകാർ. കർത്താവ് തന്റെ അനുഭവത്തിൽ നിന്ന് ശിഷ്യന്മാരോട്, മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിക്കോളും. And in another portion, Jesus Christ made it clear in Matthew chapter 10, verse 36, and a man's foes shall be they of his own household. നമ്മൾ ഇതുവരെ കണ്ടത് പച്ചമരമായ യേശുവിനോട് ഈ ലോകം ചെയ്ത കാര്യങ്ങളാണ്. And so far we have seen what this world has done to Jesus Christ, which is the green tree. മാത്രമല്ല, ഒടുവിൽ ഒരു മനസാക്ഷിയുമില്ലാതെ യേശു കർത്താവിനെ ക്രൂശിന്മേൽ തറച്ച് കൊല്ലുക കൂടി ചെയ്തു കളഞ്ഞു. And not just that, at the last, they crucified Jesus Christ and killed him. ആ പച്ചമരമായ എന്നോട് ഇതൊക്കെ ചെയ്തെങ്കിൽ ഉണക്കമരമായ നിങ്ങളോട് എത്രയധികം എന്നാണ് കർത്താവ് പറഞ്ഞത്. And what Jesus Christ is saying is that if they are doing this much to the green tree, then how much they are going to do to the dry one. എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതൊക്കെ തന്നെ ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. And what he meant by that is that you can also you will also receive, or you can also expect the same thing from this world. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനി എന്ന വാക്ക് 3 പ്രാവശ്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. And in the New Testament, the word Christian we can see only in 3 places.
ആ 3 വേദഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹു ഇസ് എ ക്രിസ്ത്യൻ? ആരാണ് ക്രിസ്ത്യാനി എന്ന ആ 3 വേദഭാഗത്ത് നിന്ന് വ്യക്തമാകും. And let us look into those 3 portions. Who is a Christian? ക്രിസ്ത്യാനി എന്ന വാക്ക് സുവിശേഷങ്ങളിൽ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ് ക്രിസ്ത്യാനി എന്ന വാക്ക് ആദ്യമായി വേദപുസ്തകത്തിൽ കാണുന്നത്. And none of the gospel we can see a word Christian in there. The first time we are going to see Christian is in Acts chapter 11. 11-ാം അധ്യായം 26-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം വായിക്കുന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. And the first time they were called Christians, we can see in Acts chapter 11, verse 26. And when he had found him, he brought him unto Antioch. And it came to pass that a whole year they assembled themselves with the church and taught much people. And the disciples were called Christians first in Antioch. അന്ത്യോക്യയിലെ ശിഷ്യന്മാർക്കാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാകുന്നത്. And the disciples in Antioch were called Christians at the first. ഇവരെങ്ങനെയുള്ള ശിഷ്യന്മാരാണ് എന്ന് തലേ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the verses before that, we can see which type of Christians they are. 21-ാം വാക്യം. കർത്താവിന്റെ കൈ 21-ാം വാക്യം. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈ ശിഷ്യന്മാർ എങ്ങനെയുള്ള ശിഷ്യന്മാർ? ഡിസൈപ്പിൾസ്. അവര് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് ഹൃദയം തിരിഞ്ഞവരാ. And the first we can see in verse 21, and the hand of the Lord was with them, and a great number believed and turned unto Lord. So this is the Christians that believed in Jesus Christ and turned their hearts and towards Jesus Christ. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത മനം തിരിഞ്ഞവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ, അവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചവർ. And the first we can see that these the first thing about the Christians is that they are repentant and turned towards God. ഇനി രണ്ടാമത് ഇവരുടെ പ്രത്യേകത 23-ാം വാക്യം. 23-ാം വാക്യം. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഈ അന്ത്യോക്യയിലെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. And the second thing we can see in verse 23, who when he came and had seen the grace of God was glad and exhorted them all that with purpose of heart they would cleave unto the Lord. And the disciples told them that they have to be close to the Lord. എങ്ങനെയാ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്? അത് റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പോൾ കർത്താവിനോട് ചെയ്തിരുന്നത് എങ്ങനെയാ? സ്നാനത്തിലാണ് നമ്മൾ കർത്താവിനോട് ചെയ്തുന്നത്. And how we can cleave unto the Lord, or how we can be so close to the Lord, we can see in Romans chapter 6, verse 3, know ye not that so many of us were baptized into Jesus Christ, were baptized into his death. അപ്പോൾ ഒന്ന്, ഈ അന്ത്യോക്യയിലെ ശിഷ്യന്മാർ ഒന്ന്
മനം തിരിഞ്ഞവർ. രണ്ട്, സ്നാനത്തിൽ യേശുവിനോട് ചേർന്ന് നിന്നവർ. And the first, the Christians in Antioch, they repented and they turned towards Jesus Christ. And the second thing about them is that they were close to cleaved unto the Lord. ഇനി മൂന്നാമത്തെ ഇവയുടെ പ്രത്യേകത 26-ാം വാക്യം. നമ്മൾ ആദ്യം വായിച്ച വാക്യം 26-ാം വാക്യം. അതായത് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം. അവരൊരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടി. അപ്പോൾ ഈ ശിഷ്യന്മാർ എങ്ങനെയുള്ള ശിഷ്യന്മാർ? കർത്താവിനെ ആരാധിച്ചിരുന്ന ശിഷ്യന്മാർ. And the third speciality of these Christians, or peculiarity of these Christians, we can see in verse 26, that a whole year they assembled themselves with the church and taught much people. So we can see here that how these Christians were, they worship Jesus Christ. And അപ്പോൾ ആരാണ് ക്രിസ്ത്യാനി എന്ന ചോദ്യത്തിന് ഈ ഒന്നാമത്തെ വേദഭാഗത്ത് 3 ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി. And so if anybody asks a question, who is the Christian, we have seen 3 answers in the first this chapter. ഒന്ന്, ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിങ്കിലേക്ക് മനം തിരിഞ്ഞവനാണ്. രണ്ട്, ഒരു ക്രിസ്ത്യാനി സ്നാനപ്പെട്ടവനാണ്. 3, ഒരു ക്രിസ്ത്യാനി കർത്താവിനെ ആരാധിക്കുന്നവനാണ്. And second, the Christian is baptized, and the third, the Christian is the one who worship the Lord. ഇനി ക്രിസ്ത്യാനി എന്ന വാക്ക് വേദപുസ്തകത്തിൽ കാണുന്ന 2ാമത്തെ വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം തന്നെ 26-ാം അധ്യായം 28-ാം വാക്യത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 28-ാം വാക്യം. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. And in the second time we see the word Christian is in Acts chapter 26 verse 28. Then Agrippa said unto Paul, almost thou persuadest me to be a Christian. അടുത്ത വാക്യം കൂടി 29-ാം വാക്യം. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. And the next verse we can see that and Paul said, I would to God that not only thou but also all that hear me this day were both almost altogether such as I am, except these bonds. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആര്? ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനാണ്. So who is a Christian? A Christian is the one who preaches about Christ. അവൻ അറിഞ്ഞ സത്യം ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. And a Christian will always tell the truth that he knew to the others. അങ്ങനെ പൗലോസ് പ്രസംഗിച്ചപ്പോഴാണ് അഗ്രിപ്പ പറയുന്നത്, നീ അങ്ങനെ പ്രസംഗിച്ചാലും എന്നെ ക്രിസ്ത്യാനി ആകാൻ നിനക്ക് കിട്ടത്തില്ല എന്ന് കളിയാക്കി പറയുക. And when he was preaching about Christ, at that time the King Agrippa is saying that even though you preach like that, you will not get me as a Christian. അപ്പോൾ പൗലോസ് പറഞ്ഞു, നീ മാത്രമല്ല, നിന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകണം. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി ആകണം. അതാണ് ദൈവത്തോടുള്ള എന്റെ അപേക്ഷ. And at that time Paul is saying to him that not just you, the people around you or the people is standing with you, I want them to be the Christians too. That is my prayer to the God. ഇനി ക്രിസ്ത്യാനി എന്ന വാക്ക് 3ാമത് കാണുന്ന ഭാഗം
അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1 പത്രോസ് 4-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 1 പത്രോസ് 4-ാം അധ്യായം 16-ാം വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. So the third time we see the word Christian is in the Bible is 1 Peter chapter 4 verse 16, and this is the portion. This is the subject that this is related to the subject too that we are meditating today. Yet, if any man suffer as a Christian, let him not be ashamed, but let him glorify God on this behalf. അപ്പോൾ ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്ത്യാനി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണ്. So who is a Christian? A Christian is the one who suffered for Christ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആര് എന്ന ചോദ്യത്തിന് 5 മറുപടികൾ ഈ 3 വേദഭാഗങ്ങളിലായിട്ട് നമുക്ക് കിട്ടി. So from these 3 portions, we got an answer to the question, who is a Christian? From these 5 answers from these 3 portions. 1, ഒരു ക്രിസ്ത്യാനി മാനസാന്തരപ്പെട്ടവനാണ്. And so the first Christian is one who repented. 2, ഒരു ക്രിസ്ത്യാനി വിശ്വാസ സ്നാനം ഏറ്റവനാണ്. And the second Christian is the one who took the baptism. 3, ഒരു ക്രിസ്ത്യാനി കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവനാണ്. And third, a Christian is the one who worshiped God in truth and in spirit. 4, ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനാണ്. And fourth, a Christian is the one who testifies about Christ. 5, ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണ്. And fifth, a Christian is the one who suffer in the Christ's sake or for Christ. നമ്മുടെ ചിന്താ വിഷയം, പഠന വിഷയം, പച്ചമരമായ എന്നോട് ഇതൊക്കെ ചെയ്തെങ്കിൽ ഉണക്കമരമായ നിങ്ങളോട് എത്രയധികം. Today's our lesson is that if they are doing this to me, who is a green tree, then how much they will do it to the dry one, that is you. നമ്മൾ കഷ്ടതയാകുന്ന വഴിയിൽ കൂടെ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മളല്ല ഈ വഴിയിലൂടെ ആദ്യമായിട്ട് നടക്കുന്നവർ. And when we walk through this this path of suffering, we are not the first one to walk through these ways. ഈ വഴിയിലൂടെ നടന്ന അനേകം ഭക്തന്മാർ ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ട്. ആ വഴി കൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. And there are so many people who walked through this path of suffering, and we are walking through the same way. സഹോദരന്മാരിൽ നിന്ന് നിന്ദയും അപമാനവും ഒറ്റക്കൊടുക്കലുകളും തള്ളപ്പെടലുകളും ഉണ്ടാകുമ്പോൾ നമ്മളല്ല ഈ വഴി കൂടി ആദ്യമായി നടന്ന വ്യക്തി. ഈ വഴിയിലൂടെ യോസേഫ് നടന്നു പോയിട്ടുണ്ട്. And when we were forsaken, we were pushed out, we were kicked out, or we were put into shame. We are not the first one who is walking through this path. Joseph once walked through this path. ഈ വഴിയിലൂടെ ദാവീദ് ഈ വഴിയിലൂടെ നടന്നുപോയ വ്യക്തിയാണ്. And David also walked through the same path. അതുപോലെ എത്രയോ ഭക്തന്മാർ ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട്. There are so many saints who walk through the same path. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഇതേ വഴി കൂടെ കടന്നു പോയിട്ടുണ്ട്. Our Lord who is in glory, he also walked through the same way. കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് ബുദ്ധിമുട്ടോ പട്ടിണിയോ
ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വഴിയിലൂടെ അപ്പോസ്തലനായ പൗലോസ് നടന്നു പോയിട്ടുണ്ട്. If we have went through the hungry, we become hungry, and we went through so many sufferings because we follow Jesus Christ. Then we are not the first one. We have seen Apostle Paul also went through that road. ഈ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പൗലോസ് അനുഭവിച്ച ഒരു കഷ്ടതയുടെ നീണ്ട പട്ടിക നമുക്ക് കാണാനായിട്ട് കഴിയും. In 2 Corinthians chapter 6, we can see a long list of afflictions and Paul went through. 4 തൊട്ട് ഞാൻ ഒന്ന് വായിക്കാം. പൗലോസ് അനുഭവിച്ച ആ കഷ്ടത 6-ാം അധ്യായം 4-ാം വാക്യം തൊട്ട്. ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, ഫാസ്റ്റിങ്സ് എന്ന ഇംഗ്ലീഷിൽ, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങൾ, ദുഷ്കീർത്തി, സൽകീർത്തി അനുഭവിച്ചിട്ടും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ എന്ന് വെച്ചാൽ മറ്റുള്ള മുഖത്ത് നോക്കി നീ ചതിയനെന്നൊക്കെ പൗലോസിനെ നോക്കി വിളിച്ചു. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. കണ്ടോ പൗലോസ് അനുഭവിച്ച ആ പട്ടിക. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പൗലോസ് സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ച കഷ്ടതയല്ല ഈ പട്ടികയ്ക്കകത്തുമാണ്. So if you read from 2 Corinthians chapter 6, verse 4 onwards, you can see a long list of sufferings and afflictions that Apostle Paul went through. And if you say that you went through any sufferings, Paul has already went through that. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ, വ്യക്തിപരമായി അനുഭവിക്കുമ്പോൾ തന്നെ ദൈവസഭയിൽ കഷ്ടം സഹിക്കുന്നു. പച്ചമരമായ യേശുവിനോട് ഇത് ചെയ്തെങ്കിൽ ഉണക്കമരമായ ദൈവസഭയോടും എത്രയധികം ഇന്ന് നമ്മുടെ നാട്ടിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവ സഭകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. And if as an individual we go through these afflictions or sufferings, so as a church, the God's church also going through this in so many places of this world. നമുക്കറിയാവുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന സഭകൾ, ദൈവദാസന്മാർ തമിഴ്നാട്ടിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു. നമുക്ക് വേദനയുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത്. And we know that so many ministries in Tamil Nadu and all, they are going through so many afflictions. But what we are expecting is the same thing while we become the Christians and we live, we are expecting at the same time. ഈ പീഡയൊക്കെ ഉണ്ടെങ്കിലും പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് എന്റെ ചിന്ത അവസാനിപ്പിക്കുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ പ്രത്യാശ നൽകുന്ന വാക്യം, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. ഇനി അടുത്തതാണ്, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. അപ്പോൾ നമ്മൾ ഇന്ന് സഹിക്കാൻ കാരണം കർത്താവിനോടുകൂടെ സഹിക്കുന്നു, അവനോടുകൂടി മരിച്ചു, അവനോടുകൂടെ ജീവിക്കുന്നു, അവനോടുകൂടെ സഹിക്കുന്നു. അപ്പോൾ നമ്മൾ സഹിക്കുന്നത് തന്നെയല്ല, കർത്താവിനോടുകൂടെ സഹിക്കുകയാണ്. അങ്ങനെ സഹിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ നാം അവനോടുകൂടെ വാഴാൻ പോവുക.
And even though we go through all these sufferings and afflictions, there's a verse that gives us much hope. That is in 2 Timothy chapter 2, verse 11. It is a faithful saying, for if we be dead with him, we shall also live with him. So if we have to go through so many sufferings in this world because of Jesus Christ, but we are going to live with him too. So if we suffer, the verse 12 says that if we suffer, we shall also reign with him. So that is what the Bible says. If we go through the suffering, then we will reign with him. രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, വേർപെട്ടാരാധിച്ചതിന്റെ പേരിൽ ധാരാളം ഉപദ്രവങ്ങൾ സഹിച്ച പലരും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I know that so many of you are listening to me who were suffered, who went through so many afflictions because you received the salvation, you took the baptism, or you went you separated from all the community, all the church, and came to worship in a different place. You have gone through so many sufferings. I know that. എന്നാൽ നമ്മൾ ഒരിക്കലും ഈ നല്ല കർത്താവിനെ തള്ളി പറഞ്ഞില്ല. നമ്മൾ പിൻപറ്റിയ വിശ്വാസം നമ്മൾ ഒരിക്കലും തള്ളി പറഞ്ഞില്ല. But we never forsake the Jesus Christ that we knew, and we followed the faith that we believed in, and we followed Jesus Christ. കാരണം അവനോടുകൂടി വാഴുവാൻ ഉള്ള ഒരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭാവി പ്രത്യാശ നിമിത്തം കഷ്ടങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സഹിച്ചു. But we know that there will be a day that we will be reigning with Jesus Christ, and we have that future day so close to us, and we have that hope, eternal hope with us, and that is why we go through these sufferings. സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തീരുമാനമെടുക്ക. യഥാർത്ഥ ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവനാണ്, കർത്താവിനെ ആരാധിക്കുന്നവനാണ്. യഥാർത്ഥ ക്രിസ്ത്യാനികളായി കർത്താവിന് വേണ്ടി നിലനിൽക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. And whoever is listening to me, if you are not baptized, a real Christian is the one who repented and received the baptism. And so let us take that decision. Let us come close to Jesus Christ, and may God bless you with this. Thank you, Pastor. Thank you, Binoy. രാത്രി കാലം കർത്താവ് ദാസൻ നമ്മളോട് ശക്തമായി ദൈവം സംസാരിച്ചല്ലോ. കർത്താവിനോട് കഷ്ടം സഹിച്ചാൽ കൂടി വാഴുവാൻ ഇടയാവുന്ന ഇടയായി തീർന്നല്ലോ. കർത്താവ് സഹിച്ച കഷ്ടങ്ങൾ നമുക്ക് വേണ്ടിയാണല്ലോ. പച്ചമരത്തോട് അവർ അനേക ഉപദ്രവങ്ങൾ ചെയ്ത ആൾക്കാർക്ക് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഗുണകരമായിരിക്കും നമ്മളോട് ഈ ലോകം ചെയ്യുന്നതൊക്കെയും നമ്മൾ അവനോട് കൂടെ വാഴുവാൻ ഇടയായി തീർക്കുന്ന കഷ്ടങ്ങളായി തീരത്തക്കവണ്ണം നമ്മുടെ യുദ്ധ ഇടയാകട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി കാണപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ കഷ്ടങ്ങളൊക്കെ നിത്യതയിൽ അത് മുതൽക്കൂട്ടാണെന്ന് ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അവന് വേണ്ടി വിശുദ്ധിയോട് നിലപാട് ചെയ്യിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ ദിവസത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം. കഴിവാനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സീഡിയോട് പ്രാർത്ഥിച്ച് ഇപ്പോൾ ആശീർവാദം പറയുന്നത്. കരുണാസമ്പന്നനായ സ്വർഗീയ ദൈവമേ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ദിനമാക്കി ഞങ്ങൾക്ക് ഈ ദിവസത്തെ തന്നതിനായി സ്തോത്രം. ഈ ദിനത്തെ കർത്താവെ കാണുവാൻ കഴിയാത്തവരായി അനേകർ പല കാരണങ്ങളാൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ കർത്താവെ ഈ ഒരു ദിനത്തെ ഞങ്ങൾക്ക് നന്മയായും അനുഗ്രഹമായും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷം അനുഭവിപ്പാനും പ്രത്യാശ ഉളവാക്കുവാനും ഇടയാക്കുന്ന കർത്താവെ കൂടിവരവായി തിരുവചനത്തിൽ കൂടെ ആലോചനയിൽ കൂടെ ഞങ്ങൾക്ക് കർത്താവെ പ്രാപിപ്പാൻ കഴിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മാതൃകയെ പിൻപറ്റുവാൻ തക്കവണ്ണം ഞങ്ങളും ബാധ്യസ്ഥരാണ്. അവ കർത്താവിനെ പിൻപറ്റുന്നവർ കർത്താവ് ജീവിച്ചതുപോലെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയും കേൾക്കേണ്ടതായ അവസരങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായി. കർത്താവ് പഠിപ്പിച്ച പാഠം പച്ചമരത്തോട് ഇത്രയെങ്കിൽ
ഉണങ്ങിയതിനോട് എത്രയധികം എന്ന് കർത്താവെ ലോകജനം കർത്താവിൻ്റെ അനേക അനുഗ്രഹങ്ങൾ ഭൂമിയിൽ വെച്ച് കർത്താവെ തൻ്റെ ശുശ്രൂഷയിൽ കൂടെ പ്രാപിച്ചുവെങ്കിലും കർത്താവിനെ നിന്ദിക്കുകയും കർത്താവെ അവസാനം ക്രൂശിക്കുകയും കർത്താവെ ഉപദ്രവിക്കുകയും ഒക്കെയും ചെയ്തിട്ട് എല്ലാം പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവെ പ്രാണനെ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവിൻ്റെ പാതയെ പിൻപറ്റുവാൻ കർത്താവ് ഞങ്ങളെയും സഹായിക്കും. കർത്താവ് പറഞ്ഞതുപോലെ പച്ചമരത്തോട് ഇത്രയെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം എന്ന് കർത്താവ് തന്നെ ഞങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലവാരത്തിൽ അപ്പോസ്തലനായ പൗലോസും അനേക വിശുദ്ധന്മാരും കർത്താവ് ശിഷ്യന്മാരും ആ വിധത്തിൽ ജീവിച്ച് അനേകർ രക്തസാക്ഷികളായിട്ടും അനേക കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് കർത്താവെ ജീവിതത്തിൽ അനേക കഷ്ടനഷ്ടങ്ങൾ കർത്താവ് ഉപദ്രവങ്ങൾ കർത്താവെ ഒറ്റപ്പെട്ടവരായി തീർന്ന് എത്രയോ പേർ കർത്താവെ സങ്കടങ്ങൾ അനുഭവിച്ച് ജീവിതം മുഴുവനും കർത്താവെ തീർത്തവരായ അനേക വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമനിമിത്തം കർത്താവ് ഇതെല്ലാം സഹിച്ചവര് ധാരാളം പേരെ ഞങ്ങൾക്ക് കർത്താവെ കേൾക്കുവാനും അറിയുവാനും പഠിക്കുവാനും കൂടാതെ തിരുവചനത്തിൽ കൂടെ ഞങ്ങൾക്ക് കർത്താവെ അനേകരുടെ ജീവിതത്തെ കാണുവാനും തക്കൊണ്ടിടയാകുന്നുവല്ലോ. ക്രിസ്ത്യാനിയായിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നാൽ ലജ്ജിക്കരുത് എന്ന് കർത്താവെ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ക്രിസ്തുവിനെ അംഗീകരിച്ച് കർത്താവെ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ ആലോചനകളും ഉപദേശങ്ങളും കൈക്കൊള്ളുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കൊണ്ടിടയായി. ക്രിസ്തു പോയതുപോലെ ജീവിച്ചതുപോലെ ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് കർത്താവെ കേൾക്കുവാനിടയായല്ലോ. ക്രിസ്ത്യാനിയായി ജീവിച്ച അനേകർ കർത്താവിൻ്റെ നാമനിമിത്തം എത്രയോ കർത്താവെ പ്രതികൂലങ്ങൾ സഹിച്ച് അത് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ കർത്താവെ അനേകർക്കത് കർത്താവെ ബുദ്ധിമുട്ടാകയാൽ ഈ ലോകപ്രകാരം ജീവിച്ച് സന്തോഷം അനുഭവിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും വിധികളെയും ഉപദേശങ്ങളെയും കർത്താവെ കഷ്ടാനുഭവങ്ങളെയും കർത്താവെ സ്വീകരിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ കർത്താവെ അനേക ദൈവമക്കൾ പ്രതിഷ്ഠയോടും തീരുമാനത്തോടും കൂടി അനേക സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഇന്നും അതുപോലെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്നവര് ധാരാളം പേർ കർത്താവെ വിവിധ സ്ഥലങ്ങളുണ്ട്. സ്വന്തക്കാരാൽ, ദേശക്കാരാൽ, രാഷ്ട്രീയക്കാരാൽ, മതങ്ങളാൽ, കർത്താവെ മറ്റു ഭാഷകളാൽ, അങ്ങനെ അനേക തരത്തിൽ കർത്താവെ പല കാരണങ്ങൾ പറഞ്ഞ് ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും സഹിക്കുന്ന അനേക വിശുദ്ധന്മാർ പലയിടങ്ങളിൽ ഈ കാലത്തും ജീവിക്കുന്നുണ്ട്. അവർ കർത്താവിന് വേണ്ടി ധാരാളം ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കുന്നുവെങ്കിലും പിന്നത്തെ ഏതിൽ കർത്താവെ കഷ്ടം സഹിക്കുന്നവർ കൂടെ വാഴുന്ന ഒരു നല്ല ദിനം കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നോട് കഷ്ടം സഹിച്ചാൽ കർത്താവെ നിങ്ങൾ എന്നോട് കൂടെ വാഴും എന്ന തിരുവചനത്തിൽ ഞങ്ങൾക്ക് കർത്താവെ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കൊണ്ടിവിടെയായല്ലോ. ആ പ്രത്യാശയാണ് കർത്താവെ ഈ വിധമാകുന്ന പാതയിൽ കൂടെയൊക്കെയും അനേർ കടന്നു പോകുവാൻ കൊണ്ടിവിടെയാക്കി തീർക്കുന്നത് എന്നോർത്ത് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കർത്താവ് ഇന്ത്യയെയും കേരളത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ കർത്താവെ അതേ വലിയ മഴയുടെ വെള്ളപ്പൊക്കത്താലും ഈ ഉരുൾപൊട്ടലാലും കർത്താവ് അനേകര് മരണമടയുകയും കാണാതാകുകയും അനേകരുടെ വസ്തുവകകളും കർത്താവ് ഭവനങ്ങളൊക്കെയും നശിച്ച് കർത്താവ് യാത്രകളൊക്കെ മുടങ്ങി കർത്താവ് കുടുങ്ങി കിടക്കുന്ന അനേകരുടെ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വാർത്ത മുഖേന കേൾക്കുവാൻ തൊക്കണിവിടെയായി. ഞങ്ങളുടെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവും ജീവന് ജീവനുമായിരിക്കുന്ന അനേകര് ഈ ലോകത്തിൽ ജീവിച്ച് സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പ്രകൃതിയുടെ വികൃതിയായ കർത്താവെ അനേക പ്രവർത്തികൾ അതേ സ്ഥിതിഗതികൾ മനുഷ്യരെ കർത്താവെ കഷ്ടത്തിലാക്കുന്നത് മാത്രമല്ല അനേകരെ മരണം വഴിയായി കർത്താവെ ഈ അപകടത്തിൽ കൂടെ കടന്നു പോകുന്നതായ കാഴ്ചകളും അതേ ന്യൂസുകൾ ഞങ്ങൾക്ക് കേൾക്കുവാനിടയാകുന്നു. കേരളത്തോട് മനസ്സലിയുമാറാകണമേ കർത്താവെ. എല്ലാവിധമായ ദുരിതങ്ങളിൽ നിന്നും ജനത്തെ വിടുവിക്കണമേ. വെള്ളപ്പൊക്കം കർത്താവെ ഇല്ലാതാക്കുവാൻ തക്കോണം കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ജാതി മതമോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ അനേകർ കർത്താവെ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിന്റെ മുൻപിൽ സ്വർഗത്തിലെ ദൈവമേ മനസ്സലിഞ്ഞ് ദേശത്തിന് സ്വതന്ത്രമായ നിലയിൽ കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വേണ്ട വഴികളും മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എത്രത്തോളം ഞങ്ങളെയും കർത്താവ് കാത്തു പരിപാലിച്ചു. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി അധികം കഷ്ടങ്ങൾ സഹിപ്പാനോ ഉപദ്രവങ്ങൾ സഹിപ്പാനോ കർത്താവെ അതേ കർത്താവിൻ്റെ നാമനിമിത്തം കർത്താവെ പൂർണ്ണ പ്രതിഷ്ഠയോടും തീരുമാനത്തോടുകൂടി പല സ്ഥാനങ്ങളിലും എത്തിച്ചേരേണ്ടതായി ഞങ്ങൾക്ക് ചേരുവാൻ കഴിയാതെ പോയി. ഭീരുത്വങ്ങളാലോ അറപ്പിനാലോ കർത്താവെ പലപ്പോഴും കഴിയാതെ പോയ സമയങ്ങളുണ്ട്. എങ്കിലും കർത്താവെ ഞങ്ങളുടെ ഇനിയുള്ള കാലങ്ങൾ കർത്താവിന് വേണ്ടി വലിയ കാഴ്ചപ്പാടോടും ദർശനത്തോടു കൂടി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഒരു കഷ്ടതയ്ക്കും ഒരു ബുദ്ധിമുട്ടിനും ഒരു ഉപദ്രവത്തിനും കർത്താവെ സാധിക്കുകയില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ കർത്താവെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഉപദേശം കൈക്കൊള്ളാതെ കർത്താവെ സത്യം അറിഞ്ഞിട്ടും അതിനനുസരിച്ച് കർത്താവ് പ്രതിഷ്ഠയോടും തീരുമാനത്തോടും ദൈവസന്നിധിയിൽ കർത്താവിന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന് കഴിയാത്തവരായ കർത്താവെ മാറ്റി മാറ്റി വയ്ക്കുന്ന ജീവിതങ്ങളോട് കർത്താവ് ഹൃദ്യമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുലീനത്വങ്ങളൊന്നും കർത്താവ് ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ പുതിയ സൃഷ്ടിയാകുന്നുള്ളൂ. പഴയത് മാറണമെങ്കിൽ കർത്താവെ പുതിയ സൃഷ്ടിയാകണമല്ലോ. അതിനാവശ്യമായ ഉപദേശങ്ങളും ആലോചനകളും ഒക്കെ ഏറ്റെടുക്കുവാനും വിശിഷ്യ കർത്തദാസന്മാർ പഠിപ്പിക്കുന്നതും വചനത്തിന്റെ ആലോചനകളെ അറിയിക്കുന്നതും കേട്ടനുസരിപ്പാനും വളരെ ശ്രദ്ധയോടുകൂടി കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഭയഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ഉപദേശ സത്യങ്ങളെ കൈക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കും. കർത്താവിനെ പിൻപറ്റുന്നവർക്കൊക്കെയും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെന്ന് തിരുവചനത്തിൽ പലയിടങ്ങളിലും ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അത് പേടിച്ച് കർത്താവെ ആരും പിന്നോട്ട് മാറാതെ വണ്ണം കർത്താവെ ഉണർന്ന് ശക്തിപ്പെട്ട് ബലപ്പെട്ട് മുന്നേറുവാൻ തക്കവണ്ണം ഈ ലോകം ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കി ശാശ്വതമായ ഒരു അനുഗ്രഹം സ്വർഗത്തിൽ കർത്താവിനോടുകൂടി വാഴും എന്ന് കർത്താവിന്റെ വചനത്തിൽ കാണുന്ന പോലെ കഷ്ടം സഹിച്ചാൽ മാത്രമേ കർത്താവിനോട് വാഴാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നല്ലോ. ആയാൽ കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാൻ തക്കണുള്ള നല്ല തീരുമാനം, നല്ലൊരു മനസ്സാക്ഷി, നല്ലൊരു ആശയം, നല്ലൊരു ആഗ്രഹം, നല്ലൊരു തീരുമാനം കർത്താവെ നിന്റെ ജനത്തിൽ നൽകുമാറാകണമേ. ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിപ്പാൻ സഹായിക്കും. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നാലും കർത്താവെ ലജ്ജിക്കാൻ സംഗതിയില്ലാത്തവരായി നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ. തിരുനാമ മഹത്വത്തിനാക്കി തീർക്കും. നിന്റെ ദാസനെ ശക്തിയോടെ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. പിന്നെയും ബലപ്പെടുത്തും, ശക്തീകരിക്കും. കേൾക്കുന്ന ആലോചന ഏറ്റെടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് സഹായിക്കും. തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് എവിടെ കേൾക്കുമാറാകും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എവരോടും ലോകമെങ്ങും ചിതറി പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടുകൂടെ ഇന്നു മുതൽ കർത്താവിന് വരോളം ഇരിക്കുമാറാകട്ടെ. നാളത്തെ നമ്മുടെ ആരാധന 10 മണിക്ക് തുടങ്ങും. എല്ലാവരും അല്പം നേരത്തെ വരണം. നമ്മൾ കസാരയൊക്കെ പിടിച്ചിട്ട് 10 മണിക്ക് ആരാധന തുടങ്ങത്തക്ക ക്രമീകരണത്തിന് എല്ലാവരും 10 മണിക്ക് വരാൻ തന്നെ എല്ലാവരെയും തീരുമാനിക്കട്ടെ.